സീൻ 1. ഞായറാഴ്ച മെയിൻ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് സെക്ഷൻ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഇടവേള. ആ സമയം ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ചില യുവ സഹോദരന്മാർ. ചേട്ടന്മാരെ, നമ്മൾ എത്ര നാളെ ഒന്നിച്ച് ക്രിക്കറ്റ് കളിച്ചിട്ട്, നമുക്കിന്ന് ഇറങ്ങിയാലോ? അടുത്ത സെക്ഷൻ അത്ര നിർബന്ധമൊന്നുമില്ല, നമുക്ക് കളിക്കാൻ പോവാം. എന്നാ കളിക്കാല്ലേ? ഓക്കെ, ടോസ് ഇട്ടോ. എന്താ ജോയൽ ജോസ്യം കളിക്കാൻ വരുന്നില്ല? എന്തെങ്കിലും അറിയിക്കണേ. എന്ത് പറ്റി ജോയലേ? അതിൻ്റെ ചേട്ടാ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവനാണെങ്കിൽ ബൈബിളൊക്കെ മിത്താണ്, അന്ധവിശ്വാസമാണ്, ദൈവമൊന്നുമില്ലെന്നൊക്കെ പറയുന്നത്. ഞാൻ ചർച്ചിൽ വരുമ്പോൾ അവൻ എന്നോട് പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന് തെളിവുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്കൊന്നും അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ജസ്വിന് ഇത് കേട്ട് എന്ത് തോന്നുന്നു? ഇല്ല ബ്രദർ, എനിക്ക് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്നെ പലപ്പോഴും തടസ്സപ്പെടുത്തുന്ന കാര്യം, നമ്മളൊക്കെ എന്തോരം നാളായിട്ട് ചർച്ച വരിക. എന്നിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ജനിച്ചത് മുതൽ CSC ചർച്ചിലാണ്. ബൈബിളിലെ പല കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ എനിക്ക് അതിലോട്ടൊരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ കേട്ടിട്ട് ഒഴുകി പോകുന്നൊരവസ്ഥയാണ്. ഞാൻ എന്തോ ചെയ്യും? ഓക്കെ. നിങ്ങൾ മിഷണറി ആയ ഒരു ക്രിക്കറ്റ് കളിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? CT സ്റ്റഡിനെ കുറിച്ച്. അതെ. അദ്ദേഹം ഇംഗ്ലണ്ടിലെ വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് എഡ്വേർഡ് സ്റ്റഡ്. അദ്ദേഹം വലിയൊരു പണക്കാരനായിരുന്നു. അദ്ദേഹം വളരെ ഒരു വലിയ ധനവാനായിരുന്നു. ഈവൻ ഇന്ത്യയിൽ പോലും അദ്ദേഹത്തിന് കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലണ്ടിൽ അവരുടെ ഒരു വലിയ ബംഗ്ലാവ് പോലത്തെ വീട്, അതിനോട് ചേർന്ന ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട്. പിന്നെ അവർ മൂന്നുപേരും വലിയ ക്രിക്കറ്റ് കളിക്കാരായിരുന്നു. അതെ. അദ്ദേഹത്തിൻ്റെ 3 മക്കളും വളരെ നല്ല ക്രിക്കറ്റ് കളിക്കാരായിരുന്നു. D.L. മൂഡിയുടെ സുവിശേഷത്തിൽ നിന്നാണ് ഈ എഡ്വേർഡ് സ്റ്റഡ് കർത്താവിനെ അറിഞ്ഞത്. അതിനുശേഷം ഈ 3 മക്കളും തുടർന്ന് ദൈവത്തിലേക്ക് വരികയും അവർ 3 പേരും വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റൺ കോളേജിലാണ് പഠിച്ചിരുന്നത്. അദ്ദേഹം അവിടുത്തെ ഒരുപാട് ക്രിക്കറ്റിൽ ഒരുപാട് മുന്നിലേക്ക് വരികയും ഒരുപാട് സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. അതെ. അവരാദ്യം ഈ മക്കൾ 3 പേരും ദൈവത്തിലേക്ക് വരികയും പിന്നീട് അതിനുശേഷം അവരുടെ ഹോസ്റ്റൽ മുറി പോലും കർത്താവിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ക്രിക്കറ്റ് സീസൺ വന്നപ്പോൾ അവർ പയ്യെ ദൈവത്തിൽ നിന്നും അകന്നു പോയി. ഈവൻ അവർ അതിനുശേഷം കേംബ്രിഡ്ജിലൊക്കെയും പോയി, അവിടെയും വളരെ ക്രിക്കറ്റ് കളിക്കാരായി. പക്ഷേ ക്രിക്കറ്റ് സീസൺ വന്നതിന് ശേഷം അവർ ദൈവത്തിൽ നിന്നും അകന്നു പോയി. അതായിരുന്നു സംഭവിച്ചത്. രംഗം 2. അങ്ങനെ ക്രിക്കറ്റിൽ മികവ് നേടിയ ചാൾസ് തൻ്റെ ഓസ്ട്രേലിയൻ പര്യടനം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ ചാൾസിനെ തേടി ഒരു സന്ദേശം എത്തി. ഉടൻ വീട്ടിലേക്ക് പുറപ്പെടുക. വീട്ടിലെത്തിയ ചാൾസ് കണ്ടത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ജോർജ് മരണാസന്നനായി രോഗം ബാധിച്ച് കിടക്കുന്നതാണ്. സഹോദരൻ്റെ രോഗശയ്യയ്ക്ക് സമീപം ചാൾസ് ഇരിക്കുന്നു. ചാൾസിൻ്റെ ഹൃദയത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു. ഈ ലോകം നൽകുന്ന പേരിനും പ്രശസ്തിക്കും ജോർജിനെ സംബന്ധിച്ച് ഇപ്പോൾ എന്ത് വിലയാണുള്ളത്? പദവികൾക്കും പത്രാസുകൾക്കും എന്താണ് മൂല്യം? ലോകത്തിലെ എല്ലാ സമ്പത്ത് സ്വന്തമാക്കിയാലും നാം നിത്യതയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം? മായ സർവ്വതും മായയത്രേ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചപ്പോൾ ദൈവം ജോർജിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. അവൻ തൻ്റെ മരണക്കിടക്കയിൽ നിന്ന് രക്ഷപ്പെട്ടു. രംഗം 3. ഈ സംഭവം ചാൾസിനെ ആഴത്തിൽ സ്പർശിച്ചു. ആ ദിവസങ്ങളിൽ D.L. മൂഡിയുടെ സുവിശേഷ യോഗങ്ങൾ ലണ്ടനിൽ നടക്കുന്നുണ്ടായിരുന്നു. ക്രിക്കറ്റിൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആ യോഗങ്ങളിൽ സംബന്ധിക്കുവാൻ ചാൾസ് തീരുമാനിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ചാൾസ് തൻ്റെ കൂട്ടുകാരനുമൊത്തുള്ള സംഭാഷണത്തിൽ, ചാൾസ്, എത്ര നാളായി കണ്ടിട്ട്? ക്രിക്കറ്റൊക്കെ വിട്ടോ? ഞാൻ D.L. മൂഡിയുടെ മീറ്റിംഗ്സിൽ പങ്കെടുക്കുന്നത് ഞാൻ കേട്ടല്ലോ. ഈ ഒരു മാറ്റത്തിൽ എങ്ങനെയാ നീ വന്നത്? അതെ, ഞാൻ കുറച്ച് നാൾ മുമ്പ് D.L. മൂഡിയുടെ സുവിശേഷത്തിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് ദൈവം എന്നോട് വീണ്ടും സംസാരിക്കുകയും ചെയ്തു. ഞാൻ ഇത്രയും നാൾ ക്രിക്കറ്റിന് വേണ്ടിയായിരുന്നു എൻ്റെ ജീവിതം മാറ്റിവെച്ചത്, ദൈവത്തിന് വേണ്ടി ആയിരുന്നില്ല. ഞാനത് മനസ്സിലാക്കി ദൈവത്തെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ കൃപ തിരിച്ചു കിട്ടി. ദൈവം ചെയ്ത പ്രവൃത്തി എത്ര അത്ഭുതകരമാണ്. പക്ഷേ D.L. മൂഡി തൻ്റെ മിഷനറി അവസാനിപ്പിച്ചിട്ട് ലണ്ടനിലേക്ക് പോയെന്ന് ഞാൻ കേട്ടല്ലോ.
അതെ, അതാണ് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ചാൾസ്, നമ്മൾ ഇനിയും ശക്തരാകേണ്ടതുണ്ട്. പലയിടത്തും നിരീശ്വരവാദിയുടെ പ്രവർത്തികൾ ശക്തരാകുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ദൈവത്തിൻ്റെ വചനം ആക്കണം. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിൻ്റെ ആവശ്യം നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടണം. എനിക്ക് ഈ ഒരു ലെറ്റർ എൻ്റെ ഒരു ഏത്തിയസ്റ്റ് എൻ്റെ തന്നതാണ്. ഒന്ന് വായിച്ചു നോക്കാം. ശേഷം കൂട്ടുകാരൻ തിരികെ പോകുന്നു. ചാൾസ് തൻ്റെ മുറിയിലിരുന്ന് ലഘുലേഖനം വായിക്കുന്നു. ഹേയ് കൂട്ടുകാരെ, ഞാനൊരു നിരീശ്വരവാദിയാണ്. ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ സർവ്വ കഴിവും ഉപയോഗിച്ച് ആ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുമായിരുന്നു. എൻ്റെ സർവ്വ ചിന്തയും വരാനുള്ള രാജ്യത്തിൽ കേന്ദ്രീകരിക്കുമായിരുന്നു. ഒരു വ്യക്തിയെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ പകരം നൽകുമായിരുന്നു. ഈ ലോകത്തിലെ സന്തോഷങ്ങളോ സുഖങ്ങളോ കണ്ണീരോ ഒന്നും എന്നെ ബാധിക്കുമായിരുന്നില്ല. ഞാനൊരു ഭ്രാന്തനെ പോലെ തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന് പ്രസംഗിക്കുമായിരുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവനെന്ത് പ്രയോജനം എന്നതായിരിക്കും എൻ്റെ പ്രസംഗ വിഷയം. ഒരു നിരീശ്വരവാദി എഴുതിയതാണെങ്കിലും ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. പക്ഷെ ഞാൻ ജീവിക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതമല്ല. സർവസ്വനായ ദൈവമേ, ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു. എനിക്കുള്ളതല്ല, എൻ്റെ കഴിവും എൻ്റെ പ്രൗഢിയും എല്ലാം ഞാൻ അങ്ങയുടെ സുവിശേഷ വിലയ്ക്കായി തരുന്നു. കേവലം 6 വർഷത്തെ ക്രിക്കറ്റ് ജീവിതത്തിൽ ഏതൊരു കളിക്കാരനും സ്വപ്നം കാണുന്ന ചരിത്ര വിജയങ്ങളിലേക്ക് ചാൾസ് എത്തിയിരുന്നു. പണം, പദവികൾ, പ്രശസ്തി എല്ലാം കുമിഞ്ഞുകൂടുമായിരുന്നു. എന്നാൽ ചാൾസ് തോമസ് സ്റ്റാഡ് അവയെല്ലാം നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകം ഭോഷത്വമാണെന്ന് കരുതുന്നത് തിരഞ്ഞെടുക്കാൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു മിഷണറി ആകുവാൻ സ്വയം സമർപ്പിച്ചു. രംഗം 4, വീണ്ടും ചർച്ചിൻ്റെ ക്രിക്കറ്റ് ഗ്രൗണ്ട്. കണ്ടോ ബ്രദർ, CT സ്റ്റഡ് വളരെ ചെറുപ്പത്തിൽ തന്നെ രക്ഷയിലേക്ക് വന്നുവെങ്കിലും ഒരു 6 വർഷക്കാലം പിന്മാറ്റത്തിലേക്ക് പോയിരുന്നു. പക്ഷേ ദൈവം CT സ്റ്റഡിനെ കൈവിട്ടില്ല, വീണ്ടും ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ബ്രദറിൻ്റെ ജീവിതത്തിലും ഒരു പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം ബ്രദറിനെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ചേർക്കും. എന്നെ ചിന്തിപ്പിച്ച കാര്യം മറ്റൊന്നായിരുന്നു ഒരു നിരീശ്വരവാദിയുടെ ലേഖനം വായിച്ചിട്ടാണ് അവസാനം ചാൾസ് തൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അദ്ദേഹം, ഞാൻ വായിച്ചിട്ടുണ്ട്, 3 മാസക്കാലം ബൈബിൾ വായിച്ചു. അദ്ദേഹത്തിന് ഒരു വ്യക്തത കിട്ടിയില്ല. പക്ഷേ ദൈവത്തിന് ഏത് കാര്യങ്ങളും അസാധ്യമല്ല. ഏത് നിലയിൽ പോകണമെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് കഴിയും എന്ന കാര്യമായിരുന്നു എന്നെ വളരെ ചിന്തിപ്പിച്ച കാര്യം. ദൈവം തൻ്റെ പ്രവർത്തനം എങ്ങനെ വേണമെങ്കിലും ചെയ്യും. നമ്മൾ ആകെ ചെയ്യേണ്ടത് അവൻ്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ മുറുകെ പിടിക്കുകയും എന്ന് മാത്രമാണ്. അതെ, ഞാനത് ആലോചിക്കുമായിരുന്നു. ദൈവമില്ല എന്ന് പറയുന്ന അനേകരുടെ ഇടയിലാണ് നാം താമസിക്കുന്നത്. നാം ഒന്ന് മാത്രം ചെയ്യുക, ദൈവത്തെ മുറുകെ പിടിക്കുക. നമുക്ക് മുന്നേ ഓട്ടം തികച്ച CT സ്റ്റഡിനെ പോലുള്ള സഹോദരന്മാരെയും പരമപ്രധാനമായി യേശുവിനെയും നോക്കുക. മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് കളിച്ചാൽ പോരെ? ഈ സ്കിറ്റ് എയ്മി കാർമൈക്കിളിൻ്റെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എയ്മിയുടെ കുറിപ്പുകളും കത്തുകളും ചേർത്താണ് ഞങ്ങൾ ഇന്നിവിടെ ഈ സ്കിറ്റ് അവതരിപ്പിക്കുന്നത്. ഒരു ഐറിഷ് യുവതിയായ എയ്മി മിഷണറി വർക്കിനായി ഇന്ത്യയിലേക്ക് വരുന്നു. എയ്മിയുടെ അവസാന വർഷങ്ങളിൽ ഒരപകടം മൂലം കാലിനും വാരിയെല്ലുകൾക്കും പരിക്കേറ്റതിനാൽ അവൾ 20 വർഷത്തോളം മുറിയിൽ ചെലവഴിക്കേണ്ടി വന്നു. എന്നിരുന്നാലും ഈ വേദനകളും പരിമിതികളും അവളെ ദൈവം വിളിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൾ അനവധി കത്തുകളും പുസ്തകങ്ങളും എഴുതി ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിച്ചു. ഒരു ദിവസം കൃപ എന്നൊരു യുവതിയിൽ നിന്ന് ഒരു കത്ത് അവളുടെ കൈകളിലെത്തി. രംഗം 1. കൃപയുടെ കത്ത് വളരെ കൗതുകത്തോടെ വായിക്കുന്ന എയ്മി കാർമൈക്കിൾ. പ്രിയപ്പെട്ട എമിക്ക്, ഞാനൊരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഈ നാളുകളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുമ്പോൾ അവരുടെ രീതികളിലേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നു. പലപ്പോഴും എനിക്ക് തീരുമാനമെടുക്കണമെന്നുണ്ട്. എനിക്കറിയാം ഈ വഴി ശരിയല്ലെന്ന്, പക്ഷേ ഇല്ല എന്ന് പറയാൻ എനിക്ക് പലപ്പോഴും കഴിയാറില്ല. എമിയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ദൈവത്തോടൊപ്പം ഉറച്ചു നിന്നുവെന്നും ദൈവം നിങ്ങളെ എങ്ങനെ നയിച്ചുവെന്നും. എമിയെ ദൈവം നടത്തിയ വഴികൾ എന്നോട് പറയാമോ എന്ന് സ്നേഹത്തോടെ. പ്രിയപ്പെട്ട കൃപ, നിന്റെ മനസ്സ് തുറന്ന് എഴുതിയതിന് നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ചെറുപ്പത്തിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. എനിക്കന്നൊരു 17 വയസ്സുണ്ടായിരുന്നു.
ബെൽഫാസ്റ്റിലെ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് എൻ്റെ ചേട്ടന്മാരോട് കൂടെ പോകുമ്പോൾ ഞങ്ങൾ വയസ്സായൊരു അമ്മച്ചിയെ കണ്ടു. എയ്മി, ഇന്നത്തെ മീറ്റിംഗ് ഭയങ്കര അനുഗ്രഹമായിരുന്നു അല്ലേ? അതെ, നല്ല അനുഗ്രഹമായിരുന്നു. അയ്യോ എമി, ഇതേ നോക്കിയേ, ഒരു പ്രായമായ അമ്മച്ചി ഭാരമുള്ള ബാഗുമായി കഷ്ടപ്പെടുന്നു. നന്ദിയുണ്ട് മക്കളെ. എന്റെ വീട് അവിടെയാണോ, ഒന്ന് ആക്കി തരാമോ? ഇവരെന്താ ഈ കാണിക്കുന്നത്? എത്ര വലിയ കുടുംബത്തിലെ ആൾക്കാരാ. ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ. വാ നമുക്ക് പോവാം. എയ്മി, നമ്മളെ അവരൊക്കെ നോക്കുന്നു. സാരമില്ല, നീ മുമ്പോട്ട് പൊക്കോ. അന്ന് എല്ലാവരും എന്നെ നോക്കി നിന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. സ്വർണം, വെള്ളി, വിലയേറിയ രത്നങ്ങൾ, മരം, പുല്ല്, ചണം, തീ ഓരോരുത്തൻ്റെയും പ്രവൃത്തിയുടെ സ്വഭാവം പരിശോധിക്കും. എന്നാൽ അടിസ്ഥാനം നിലനിൽക്കുന്നുവെങ്കിൽ അവൻ പ്രതിഫലം പ്രാപിക്കും. ദൈവമേ, എനിക്ക് മനസ്സിലാവുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, എല്ലാം അങ്ങയുടെ മഹത്വത്തിനായിരിക്കണമേ. ആ ദിവസം ഞാൻ മനസ്സിലാക്കി, മനുഷ്യരുടെ അംഗീകാരം നേടാനല്ല, ദൈവം എന്നെ നിത്യതയ്ക്കായി ജീവിക്കാനാണ് വിളിച്ചിരിക്കുന്നതെന്ന്. എല്ലാ കാര്യവും ചെറിയ തുടക്കത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ഓരോ മുന്നോട്ടുള്ള സ്റ്റെപ്പും സേഫായിട്ടുള്ളൊരു വഞ്ചിയിൽ നിന്ന് ഇറങ്ങി ഇളകി മറിയുന്ന വെള്ളത്തിൽ ചവിട്ടിയതിനു പോലെയായിരുന്നു. അപ്പോഴും ഞാൻ കേട്ടത്, കർത്താവ്, അത് നീ തന്നെയാണ് എന്നെ വെള്ളത്തിന്മേൽ വരാൻ കൽപ്പിക്കണമേ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, വരുവീൻ എന്ന്. എൻ്റെ മിഷണറി ലൈഫ് 1893 എനിക്ക് 24 വയസ്സുള്ളപ്പോൾ ജപ്പാനിലാണ് ആരംഭിച്ചത്. എൻ്റെ മുറിയിൽ അന്ന് ഞാൻ 2 വാക്കുകളാണ് എഴുതി വെച്ചിരുന്നത്, അതേ കർത്താവേ. എൻ്റെ ലൈഫും ടീച്ചിങ്ങും എല്ലാം ചുരുക്കി പറയുന്നത് ഈ 2 വാക്കുകളാണ്. ദൈവം ചോദിക്കുന്നതിനൊക്കെയും അവൻ്റെ സ്നേഹത്തിലും ഗൈഡൻസിലും ആത്മവിശ്വാസത്തോടെ അതേ കർത്താവേ എന്ന് ഉടൻ മറുപടി പറയുകയാണെങ്കിൽ ദൈവം ചെയ്യാനിരിക്കുന്ന പ്രവൃത്തിയെ ഒന്നും തടയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്നെ ഇന്ത്യയിലേക്ക് ലീഡ് ചെയ്തു. എയ്മി വളർന്നു വന്നപ്പോൾ എയ്മിക്ക് തൻ്റെ സംസ്കാരത്തിലുള്ളതുപോലെ നീല കണ്ണുകളല്ലായിരുന്നു, പകരം കാപ്പി നിറമുള്ള കണ്ണുകളായിരുന്നു. അത് അവളെ വളരെ സങ്കടത്തിലാഴ്ത്തി. അവൾ പ്രാർത്ഥിച്ചു, എന്നാൽ മാറിയില്ല. വർഷങ്ങൾക്കിപ്പുറം താൻ ഇന്ത്യയിലേക്ക് വരികയും അത് അവളെ ഇന്ത്യയുടെ സംസ്കാരത്തിന് ഇഴകിച്ചേരാൻ സഹായിക്കുകയും ചെയ്തു. വസ്ത്രധാരണവും എല്ലാം അവരോടൊപ്പം ചേരുന്ന രീതിയിൽ അവരോടൊപ്പം ഒരാളായി എയ്മി മാറി. അത് കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്നെ ഇന്ത്യയിലേക്ക് ലീഡ് ചെയ്തു. അവിടെ വെച്ച് ഞാനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവൾ എൻ്റെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരുത്തി. അവളുടെ പേര് ബ്രീന എന്നായിരുന്നു. അവൾ ക്ഷേത്രത്തിലെ ദേവന്മാർക്ക് സമർപ്പിക്കപ്പെട്ടിരുന്നു. ഞാൻ മടുത്തു, എനിക്ക് വയ്യ. എന്നെ ആരൊക്കെ പിന്തുടരുന്നുണ്ട്, എനിക്ക് വയ്യ, ഞാൻ മടുത്തു. പ്രീന, മോളെക്കുറിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എമിനി, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ക്ഷേത്രത്തിലെ ആളുകൾ വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകും. നീ ക്ഷേത്രത്തിൽ നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അവളെ സ്നേഹിക്കുന്ന ഒരാളുടേതാണ്. ദൈവം സ്നേഹിച്ചതിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നിനക്ക് നിയമം അറിയില്ലേ? ഇവൾ തിരിച്ചെന്തായാലും പോകണം. ഇതൊന്നോട്ട് ശരിയല്ല. ഇതിൻ്റെ ഫലം നീ എന്തായാലും അനുഭവിക്കും. ഇതിൻ്റെ മേലുള്ള നിയമത്തെയാണ് ഞാൻ നോക്കുന്നത്. സ്നേഹം വിടുവിക്കുന്ന അടിമപ്പെടുത്തുന്നില്ല. ബ്രീന എന്നെ അമ്മ എന്ന് വിളിച്ചു. അന്ന് മുതൽ ഞാൻ 100 കണക്കിന് 1000 കുട്ടികൾക്ക് അമ്മയായി. പീഡനത്തിൽ നിന്ന്, ക്ഷേത്രവേശ്യാവൃത്തിയിൽ നിന്ന് മോചിപ്പിച്ച കുട്ടികൾക്ക്. അന്ന് ഞാൻ മനസ്സിലാക്കി ദൈവം എന്നെ എന്തിനാണ് ദോനൂരിലേക്ക് കൊണ്ടുവന്നതെന്ന്. കുട്ടികളെ രക്ഷിക്കാനും അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം കാണിക്കാനുമാണ്. നമ്മൾ പിന്തുടരുന്നത് ആർക്കും തോൽപ്പിക്കാനാകാത്ത ഒരു നേതാവിനെയാണ്. ആ ഒരു സമരം ഭയങ്കര ബുദ്ധിമുട്ടേറിയതാണെങ്കിലും അവിടെയും ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഹോശേയ 14:1 പറയുന്നു, ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. കൃപ അവിടെ നിന്റെ പേര് ചേർക്കുക. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാൻ യോഗ്യമല്ല എന്നൊരിക്കലും വിചാരിക്കരുത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം അകലെ തന്നെ ഇരിക്കുന്നതാണ്. ആ ഒരു പാപം മാത്രം ഒഴിച്ച് അത് കുറച്ചുകൂടി ഞാൻ സൂക്ഷിക്കട്ടെ എന്നല്ല, എല്ലാം തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. കൃപ എത്രയും മുന്നേ ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞതാണ്. എനിക്ക് പോലും ദൈവം എൻ്റെ പ്രാർത്ഥന കാത്തിരുന്നിട്ടില്ല. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ എപ്പോഴും വിശ്വസിക്കൂ. നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിൽ ഉണ്ടാകും എന്ന് സ്നേഹത്തോടെ എയ്മി കാർമൈക്കിൾ. എയ്മി കാർമൈക്കിളിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
നമ്മുടെ ബലഹീനതകൾ എത്രയുണ്ടെങ്കിലും ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ മറുപടി എപ്പോഴും അതേ കർത്താവേ എന്നായിരിക്കട്ടെ. നന്ദി. നന്നേ ചെറുപ്പത്തിലെ തൻ്റെ സംഗീത കലാവാസന കൊണ്ട് ചുറ്റുമുള്ളവരെ ഞെട്ടിച്ച ഒരു കുട്ടി 3-ാം വയസ്സിൽ പിയാനോ വായിക്കാൻ പഠിച്ചു. ഗിറ്റാർ, യൂക്കലേലെ തുടങ്ങി മറ്റു ഉപകരണങ്ങളും. തൻ്റെ മാതാപിതാക്കൾ സംഗീത രംഗത്ത് പ്രവർത്തിച്ച കാര്യങ്ങൾ അവന് എളുപ്പമാക്കി. അതിവേഗം കെയ്ത്ത് സംഗീത രംഗത്ത് വളർന്നു. 11-ാം വയസ്സിൽ സംഗീത കമ്പനിയുമായി ഒരു ചരിത്ര നേട്ടം പോലെ കരാറിലേർപ്പെട്ടു. ആദ്യ വർഷത്തിൽ തന്നെ അവൻ 10 പാട്ടുകൾ പുറത്തിറക്കി. പക്ഷേ കരിയർ പിന്നീട് വിചാരിച്ചതുപോലെ പോയില്ല. കെയ്ത്ത് ഒരു അന്വേഷകനായിരുന്നു. ജീവിതത്തിലെ കൗമാരത്തിൽ തന്നെ ആഴത്തിൽ ജീവിതത്തെ നോക്കിക്കാണാനായിരുന്നു അവന് താല്പര്യം. സംഗീത രംഗത്തെ തൻ്റെ പരാജയം അതിന് വേഗത കൂട്ടി. 15-ാം വയസ്സിൽ അവൻ വീട് വിട്ടിറങ്ങി. സംഗീത കരിയറിലെ പരാജയവും തുടർന്നുള്ള ചിന്തകളും തന്നെയായിരുന്നു കാര്യം. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനുള്ള തൻ്റെ അന്വേഷണം അവനെ പല മതചിന്തകളിൽ എത്തിച്ചു. പാശ്ചാത്യ മതങ്ങളെ വിട്ട് പല പൗരസ്ത്യ മതങ്ങളെയും കെയ്ത്ത് പഠിച്ചു. മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലൂടെ അഭൗമികമായ ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരാമെന്ന പ്രതീക്ഷയിൽ അതും ശ്രമിച്ചു നോക്കി. ഈ ഘട്ടത്തിലൊക്കെയും കാലിഫോർണിയയിലെ ഒരു ബ്ലാ കഫേയിൽ നിന്നും തൻ്റെ സംഗീതത്തിലുള്ള ബിരുദം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. തൻ്റെ പാട്ടുകളുടെ വരികളൊക്കെയും തൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അധികം വൈകാതെ ചില സത്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ, എല്ലാ മതങ്ങളും യേശുവിനെ അനേകം വഴികളിൽ ഒരു വഴിയായി കാണുന്നു. പക്ഷേ താൻ മാത്രമാണ് ഏക വഴിയെന്ന് യേശു പറയുന്നു. അങ്ങനെയെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കുന്നതല്ലേ ഏറ്റവും ഉത്തമം? യേശുവിനെക്കുറിച്ചുള്ള അന്വേഷണം കെയ്ത്ത് ദ്രുതഗതിയിലാക്കി. അദ്ദേഹം ചെറുപ്പത്തിൽ ബൈബിൾ വായിച്ചിട്ടുള്ള ആളാണ്. ആ ഇടയ്ക്കാണ് തൻ്റെ സുഹൃത്ത് തന്നെ ഒരു ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് ക്ഷണിച്ചത്. തൻ്റെ ഭാര്യയായ മെലഡിയുമായി അവിടെ പോയ കെയ്ത്ത് അവിടെ വെച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ തന്നെ യേശുവിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു. അദ്ദേഹം രക്ഷയിലേക്കും തുടർന്ന് പരിശുദ്ധാത്മ നിറവിലേക്കും കടന്നു. തൻ്റെ ബ്ലാ കഫേയിലെ പാട്ടുകൾ അന്വേഷണത്തിൻ്റെ ഉത്തരമായ യേശുവിനെ കുറിച്ചായി. കുറച്ച് വൈകിയാണെങ്കിലും മെലഡിയും രക്ഷയിലേക്ക് കടന്നു വന്നു. കെയ്ത്തിൻ്റെ രക്ഷയുടെ മുന്നേയുള്ള അനുഭവങ്ങൾ നമ്മിൽ ചിലർക്കെങ്കിലും സമാനമായി തോന്നിയേക്കാം. എന്നാൽ യേശുവിനോട് ചേർന്ന് പിന്നീട് കെയ്ത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. സീൻ 2, രക്ഷയ്ക്ക് ശേഷമുള്ള കെയ്ത്തിൻ്റെ ജീവിതം. താൻ ബൈബിൾ പഠനത്തിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പിക്കാനിരിക്കുന്നുണ്ട്. നീ അവനെ യേശു എന്ന് പേരിടണം. എന്തുകൊണ്ടായിരിക്കാം പല ചർച്ചകളിലും കർത്താവിനെ പറ്റി ഒരുപാട് പറയാതിരിക്കുന്നത്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തു, പക്ഷെ ഒരിക്കലും കർത്താവിനെ പറ്റി ഇങ്ങനത്തെ കാര്യം ഒരിടത്തും പറയുന്നില്ല. തൻ്റെ ഈ വചനത്തിന് വേണ്ടിയുള്ള അന്വേഷണം ലിയനാർഡോ റാവൻഹിൽ എന്ന ഒരു ദേവദാസിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നു. എന്തു പറയുന്നു? അതെങ്ങനെയുണ്ട്? എന്തുകൊണ്ടായിരിക്കും? ഞാൻ കുറേ നാൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ചർച്ചിൽ
ഈ പറഞ്ഞ ക്രിസ്തുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാത്ത, പ്രത്യേകിച്ചും പാപത്തിനെ ഓവർകം ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി? ഈ ഒരു കാര്യം ആക്ച്വലി ഇന്നത്തെ ചേർച്ചസിന് ഒത്തിരി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സത്യമാണ്. അത് നമ്മൾ ആക്ച്വലി ദൈവവചനം പഠിച്ച ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 17 and 18 അവിടെ പറയുന്നു, therefore he had to be made like his brethren in all things. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ വാക്യം ഏതായിരുന്നു? മാത്യു 1:21. അതിൽ യേശു നമ്മുടെ സേവ്യറാണ്. പക്ഷെ അവിടെ തന്നെ അതിൻ്റെ ഒരു സത്യം, യേശു നമ്മളെപ്പോലത്തെ ഒരു ജഡത്തിലാണ് വന്നത്. അത് അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഹീബ്രൂസ് ചാപ്റ്റർ 4 അതിൻ്റെ 15ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാവോ? 15. അതിൻ്റെ 15ാമത്തെ വാക്യത്തിൽ, for we do not have a high priest who cannot sympathize with our weakness, but one who has been tempted in all things as we are, yet without sin. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു സത്യം, നമ്മളെപ്പോലെ തന്നെ എല്ലാ രീതിയിലും ടെംപ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്രദർ പറയുന്നത് ഇതുപോലെ അത് പ്രോപ്പറായിട്ട് വിശ്വസിക്കുവാണെങ്കിൽ നമുക്കും പാവത്തെ ശരിക്കും ജയാളിയായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. അതെ, അവിടെ യേശു ചെയ്ത ഒരു കാര്യം നമ്മൾ കാണണം. അവിടെ 5ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ വാക്യം, ഇൻ ദ ഡേയ്സ് ഓഫ് ഹിസ് ഫ്ലഷ്, നമ്മളെപ്പോലത്തെ ജഡം ഉണ്ടായിരുന്നപ്പോൾ, ഹി ഓഫർഡ് അപ്പ് ബോത്ത് പ്രേയേഴ്സ് ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് ലൗഡ് ക്രൈങ് ആൻഡ് ടീയേഴ്സ്, നിലവിളിയും കരച്ചിലും. സ്വർഗത്തിലേക്കുള്ള ദൃഷ്ടി, ക്ഷമയുടെ കഥ. ജീവിതം പലപ്പോഴും നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നിടത്ത് ആണ് പരീക്ഷിക്കുന്നത്. ഓഫീസിൽ, സ്വന്തം കുടുംബത്തിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ, വഞ്ചന, തിരസ്കരണം, ഇവയിലൂടെയെല്ലാം പലരും ഇടറുന്നു. എന്നാൽ ചിലർ ലോകത്തിലേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് അവയെല്ലാം അതിജീവിച്ച് ഉയർത്തു വരുന്നു. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് റേച്ചൽ എന്ന ഇന്നത്തെ ഒരു യുവ വിശ്വാസിയുടെ കഥയും എലിസബത്ത് ഏലിയറ്റ് എന്ന പഴയകാല മിഷണറിയുടെ ജീവിതകഥയുമാണ്. 2 വ്യത്യസ്ത കാലഘട്ടങ്ങൾ, ഒരേ ഒരു സന്ദേശം. ക്ഷമ ബലഹീനതയല്ല, ക്ഷമ ക്രിസ്തുവിൻ്റെ പ്രതിഫലനമാണ്. സീൻ 1, ഓഫീസിലെ ഒരു വഴക്ക്. ചിലരുടെ ബോസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഓരോന്നൊക്കെ കാണിക്കുക, വെറും നാടകം. ചിലർ ജോലി ചെയ്യുന്നത് കംപ്ലൈൻറ്റ് പറയാൻ മാത്രമാണ്. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് വിശ്വാസി അല്ലേ? ആളും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. റേച്ചൽ എൻ്റെ കസിനും കൂടെ ആയിട്ട് പറയാണ്, ഇവിടെ അല്ലെങ്കിലും എല്ലായിടത്തും അറ്റൻഷൻ സീക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഫാമിലിയിലാണെങ്കിലും എപ്പോൾ നോക്കിയാലും എല്ലാവരുടെ അറ്റൻഷൻ സീക്ക് മാത്രം ചെയ്യാൻ നോക്കും. എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? സമാധാനത്തോടെ വർക്ക് ചെയ്യാൻ പോലും സമ്മതിക്കില്ലേ? സീൻ 2, റേച്ചൽ സ്വന്തം വീട്ടിലും അപവാദങ്ങൾ നേരിടുന്നു. ആൻറ്റിയുടെ വിശുദ്ധയായ മോളുണ്ടല്ലോ, ഇന്നും ഓഫീസിൽ വഴക്കുണ്ടാക്കി. അവളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കേട്ട് ആൻറ്റി ഞെട്ടും. സാറാ, നിന്റെ നുണകൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു. എല്ലാം നീ എനിക്കെതിരെ വളച്ചൊടിക്കുകയാണ്. റേച്ചൽ, നീ ഒന്ന് അടങ്ങിയിരിക്കും മോളെ. അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് നീ തെളിയിക്കുവാണോ? ഞാൻ എന്തിനാ എപ്പോഴും ശാന്തമായിട്ടിരിക്കേണ്ടത്? ഞാൻ കല്ലൊന്നുമല്ല. റേച്ചൽ, നിന്റെ സംസാരമൊന്നും ശരിയല്ല കേട്ടോ. കൺട്രോൾ യുവർ സെൽഫ്. സീൻ 3, പിറ്റേന്ന് റേച്ചൽ ചർച്ചിലെ മുതിർന്ന സഹോദരിയായ ഗ്രേസിനോട് തൻ്റെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നു. സിസ്റ്റർ, ഞാൻ എല്ലായിടത്തും വീണു പോവുകയാണ്. എൻ്റെ ഓഫീസിലെ റോസിനെ അറിയാലോ. റോസിനോട് ഞാൻ കയർത്ത് സംസാരിച്ചു, സാറയുമായി വഴക്കിട്ടു. എല്ലായിടത്തും എനിക്ക് യേശുവിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ദൈവം ഒരിക്കലും പെർഫെക്ഷൻ ആവശ്യപ്പെടുന്നില്ല റേച്ചൽ. നിനക്ക് എലിസബത്ത് ഏലിയറ്റിൻ്റെ ലൈഫ് സ്റ്റോറി അറിയാമോ? ഒരു മിഷണറി ആയിരുന്നില്ലേ? അതെ, ഞാൻ പറയാം. സീൻ 4,
എലിസബത്ത് ഏലിയറ്റിൻ്റെ ജീവിതകഥ. എലിസബത്തും അവളുടെ ഭർത്താവായ ജിമ്മും യേശുവിനെ പറ്റി കേട്ടുകേൾവി പോലുമില്ലാത്ത ഇക്വഡറിലുള്ള ഔക്ക എന്ന ഗോത്രവർഗക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാനായി പോയി. അവിടെ അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ഇടയിൽ സുവിശേഷം എത്തിക്കാനായി അവർക്കുള്ളതെന്തും നഷ്ടപ്പെടുത്താനും എലിസബത്തും ജിമ്മും തയ്യാറായി. എലിസബത്ത്, ഇന്ന് നമുക്ക് ആ ഗോത്രത്തെ കാണാൻ പോകാം. അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അവരിൽ എത്തിക്കണം. അതെ ജിം, നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവസ്നേഹം അവരറിയണം. ആരെ ശുശ്രൂഷിക്കാനാണോ ജിം ഏലിയറ്റ് പോയത്, അതേ ഗോത്രക്കാർ തന്നെ ജിം ഏലിയറ്റിനെ കൊന്നു. ചെറുപ്പക്കാരിയായ വിധവയായ തകർന്നവളായ എലിസബത്ത് ഒരു വഴിത്തിരിവിൽ നിന്നു. ഒന്നുകിൽ വെറുക്കുക, അല്ലെങ്കിൽ ക്ഷമിക്കുക. കർത്താവെ, അങ്ങേ ഉപദ്രവിച്ചവരോട് ക്രൂശി കിടക്കുമ്പോഴും അങ്ങ് ക്ഷമിച്ചുവല്ലോ. ഞാനും അത് തന്നെ തിരഞ്ഞെടുക്കുന്നു. അവരോടുള്ള അങ്ങയുടെ സ്നേഹം എന്നിലും പകരണമേ. അവൾ അവിടെ തന്നെ തുടർന്നു. അവൾ ക്ഷമിച്ചു. അങ്ങനെ അവളുടെ ഭർത്താവിനെ കൊന്നവർ തന്നെ ക്രിസ്തുവിൽ അവളുടെ സഹോദരന്മാരായി. സീൻ 5. ഗ്രേസ് റേച്ചലിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എലിസബത്ത് തൻ്റെ ഭർത്താവിനെ കൊന്നവരോട് ക്ഷമിച്ചു. അപ്പം എന്നോട് പറഞ്ഞ കുറച്ച് വാക്കുകൾ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലേ? സ്വയശക്തിയിൽ നിന്നുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല റീച്ചൽ. ക്രിസ്തുവിലൂടെ നമുക്കതിന് സാധ്യമാകും. ഉറച്ച നിലവിളിയോടെ യേശുവിനെ നോക്കിക്കൊണ്ട് അവനെ പിൻപറ്റുകയാണെങ്കിൽ നമുക്ക് അസാധ്യമായതെല്ലാം ദൈവത്തിലൂടെ സാധ്യമാകും എന്നല്ലേ എലിസബത്ത് ഏലിയറ്റിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു എന്നോട് ക്ഷമിച്ചതുപോലെ യേശുവിൻ്റെ സ്നേഹം എന്നിൽ കാണാൻ ഞാൻ ക്ഷമിക്കും. എനിക്ക് എല്ലായ്പ്പോഴും യേശുവിനെ പിൻപറ്റണം. സീൻ 6. പിറ്റേന്ന് ഓഫീസിൽ. നിങ്ങളുടെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജോലിയെ മാത്രമല്ല നമ്മളുടെ ഓഫീസ് കൾച്ചറിനെയും അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ ഇവിടെ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ അത് പരിഹരിച്ചേ പറ്റൂ. ആരെങ്കിലും സംസാരിച്ച് ഇത് സോൾവ് ചെയ്യണം. സർ, ഞാൻ സംസാരിക്കാം. റോസ്, സാറ, എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നി. ഞാൻ നിങ്ങളോട് ഹാഷായി റിയാക്ട് ചെയ്തു. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നീ ഇതിനെ ഞങ്ങളോട് ക്ഷമിക്കുന്നത്? നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഞങ്ങളല്ലേ? അല്ലെങ്കിലും സാറാ, ജോലി ഇല്ലാണ്ടിരുന്ന സമയത്ത് ഇവിടെ ജോലി വാങ്ങിക്കാനും ഹെൽപ്പ് ചെയ്തത് നീ തന്നെയാണ്. നീ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ നിന്നെ വേദനിപ്പിച്ചു. സോറി. എനിക്ക് എല്ലാറ്റിനും എൻ്റെ കർത്താവായ യേശുവിനെ പിൻപറ്റണം. കാൽവറി ക്രൂശിൽ തന്നെ നിന്ദിച്ചവരോടും ക്രൂശിച്ചവരോടും യേശു ക്ഷമിച്ചു. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ ഭർത്താവിനെ കൊന്നവരോട് എലിസബത്ത് ഇല്യോട്ടും ക്ഷമിച്ചു. ക്ഷമിക്കുന്നത് ബലഹീനതയല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ സാക്ഷ്യമാണ് എന്ന് എലിസബത്ത് ഇല്യോട്ടിൻ്റെ ജീവിതം എനിക്ക് കാണിച്ചു തന്നു. അതേ സ്നേഹമാണ് നിങ്ങളോട് ക്ഷമിക്കാൻ എന്നെ സഹായിച്ചത്. സോറി റീച്ചൽ, നീ ഞങ്ങളോട് ക്ഷമിച്ചുവല്ലോ. ഇനി ഞങ്ങൾ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. എലിസബത്ത് ഏലിയറ്റ് ലോകത്തിലേക്ക് നോക്കാതെ യേശുവിലേക്ക് നോക്കി തൻ്റെ ഭർത്താവിൻ്റെ കൊലയാളികളോട് ക്ഷമിച്ചു. അതുപോലെ റേച്ചലും ലോകത്തിലേക്ക് നോക്കാതെ യേശുവിലേക്ക് നോക്കി തന്നെ കളിയാക്കിയവരോടും തനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു നടന്നവരോടും ക്ഷമിച്ചു. 2 കാലഘട്ടങ്ങളിലെ സ്ത്രീകളാണെങ്കിലും അവർ നോക്കിയത് നമ്മുടെ ഒരേ ഒരു രക്ഷകനായ യേശുവിലേക്കാണ്. യേശുവിനെ പിൻപറ്റാൻ തീരുമാനമെടുത്ത നിങ്ങൾ യേശുവിലേക്കും സ്വർഗത്തിലേക്കുമാണ് നോക്കുന്നതെങ്കിൽ ലോകത്തിലുള്ള ഒന്നിനും നിങ്ങളെ ഇടറിക്കാൻ കഴിയുകയില്ല.
സാമുവൽ ലോഗൻ ബ്രിങ്കിൾ 1860 അമേരിക്കയിലെ ഇൻഡിയാനയിൽ ജനിച്ചു. മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം പഠിച്ച് ബോസ്റ്റണിൽ മികച്ച വക്കീലായി തീർന്നു. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള വലിയൊരു ദാഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സാൽവേഷൻ ആർമിയുടെ കമ്മീഷണറായും ശക്തമായ പ്രസംഗനായും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളുടെ എഴുത്തുകാരനുമായി മാറി. എന്നാൽ അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയത് വിനയത്തിൻ്റെ പരീക്ഷണത്തിലൂടെയായിരുന്നു. 1887 ബോസ്റ്റണിൽ സാമുവൽ ലോഗൻ ബ്രിങ്കിൾ ഉയർന്നു വരുന്ന ഒരു താരമായിരുന്നു. മികവുറ്റ വക്കീൽ, എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട വ്യക്തി. എന്നാൽ അദ്ദേഹം വെറും വക്കീൽ മാത്രമായിരുന്നില്ല. കർത്താവിനെ സ്നേഹിക്കുകയും മറ്റുള്ളവരോട് സുവിശേഷം പങ്കിടാനുള്ള ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കേസ് ജയിച്ച സാമുവേലിനെ അഭിനന്ദിക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വരുന്നതാണ് ഇപ്പോൾ നാം കാണാൻ പോകുന്നത്. ആരിത് സാമുവല്? അറിഞ്ഞല്ലോ, വലിയ ലോയറൊക്കെ ആയെന്ന്. സാമുവൽ, നീ ഈ പുതിയൊരു കേസും കൂടി ജയിച്ചു. നിനക്ക് ഈ ലോകത്തിൽ സമ്പന്നമായ ഒരു അഭിഭാഷകനാകാം. സത്യം പറയാവേ, നീ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ കയറിയ പ്രധാനമന്ത്രി മോദി വരെ വെട്ടിക്കുക. എൻ്റെ പ്രിയ സുഹൃത്തെ, ഞാൻ ചിന്തിക്കുന്നത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ദൈവം എന്നെ കോടതിയിലേക്ക് വക്കീലായിട്ടോ അഭിഭാഷകനായിട്ടോ അല്ല, തൻ്റെ വചനം പ്രഘോഷിക്കാനാണ് അയക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ പ്രസംഗിക്കാൻ പോകണം. അന്ന് ആ മെത്തഡിസ്റ്റ് സഭയിൽ ഒരു ഒഴിവുണ്ടെന്ന് ഞാൻ കേട്ടു. അത് നിനക്ക് പറ്റിയ അവസരമാണ്. നീ ശ്രമിക്കുന്നു. ഞാനും ആ സഭയെക്കുറിച്ച് കുറെ കേട്ടുണ്ട്. അവിടെ നീ ഇപ്പം ഈ ഇരിക്കുന്ന നിനക്ക് ഈ കിട്ടുന്ന ഈ പദവി, ഈ സന്തോഷം, ഈ പൈസ, നീ ഈ സാധാ സഭകളിലൊന്നും പോയാൽ അത് കിട്ടില്ല. നീ ആ സഭയിൽ പോയാൽ നിനക്ക് അവിടെ കുറെ നീ ഇപ്പം ആ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഇമേജ് നിനക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ സുഹൃത്തെ, എനിക്ക് തോന്നുന്നില്ല അത് ദൈവികമായൊരു വിളിയാണോ എന്ന്. കാരണം കർത്താവ് എന്നെ ഹൃദയം തകർന്നവരിലേക്കും സാധാരണക്കാരിലേക്കും മനസ്സ് തകർന്നവരിലേക്കുമാണ് വിളിക്കുന്നത്. കർത്താവ് വിളിക്കുമ്പോൾ എനിക്ക് എന്ത് വന്നാലും ഞാൻ അവനെ പിന്തുടരും. എന്നാ ശരി, ഓക്കെ. നിനക്കത് ഇഷ്ടമാണെങ്കിൽ നീ അത് തന്നെ ചെയ്യും. അങ്ങനെ സാമുവൽ ലോഗൻ ബ്രിങ്കിൾ ബോസ്റ്റൺ വിട്ടു പോകാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ തൻ്റെ തൊഴിലും സുഖസൗകര്യങ്ങളും എല്ലാം സാമുവൽ ഉപേക്ഷിച്ചു. സാമുവൽ ലോഗൻ ബ്രിങ്കിൾ ലണ്ടനിലെത്തി ആയിരങ്ങളോട് പ്രസംഗിച്ച് അവരുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കുവാൻ വേണ്ടി സാൽവേഷൻ ആർമിയിൽ ചേരാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി സാൽവേഷൻ ആർമിയുടെ ജനറലായ വില്യം ബൂത്തിനോട് സംസാരിക്കുന്നതാണ് അടുത്തതായി നാം കാണാൻ പോകുന്നത്. സാർ, ഹലോ, ഞാൻ സാമുവൽ ലോഗൻ ബ്രിങ്കിൾ. ഞാൻ ബോസ്റ്റണിൽ നിന്ന് വരുന്നു. ഞാൻ അങ്ങയുടെ സാൽവേഷൻ ആർമിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടാമോ? ഞാൻ ക്രിസ്തുവിന് വേണ്ടി പുൽപ്പറ്റിലും തെരുവിലും എവിടെ വേണമെങ്കിലും ഞാൻ പ്രഘോഷിക്കും. സാമുവലെ, നീ ഒരു അപകടകാരിയായ ഒരു വ്യക്തിയാണ്. കാരണം ഇത്രയും നാളും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ യജമാനൻ. അതുകൊണ്ട് നമ്മുടെ സാൽവേഷൻ ആർമിയുടെ നിയമങ്ങൾ വിധേയപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു സൈന്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെ അനുസരണം ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി എവിടെയും പ്രവർത്തിക്കാൻ താങ്കൾ തയ്യാറാണോ? അതെ സാർ, ഞാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരുടെ ഷൂ പോളിഷ് ചെയ്യാനാണ് നിന്റെ ഫസ്റ്റ് ടാസ്ക്. കുറേ ഷൂ ഉണ്ട്, ആ റൂമിൽ തന്നെ ഉണ്ടാവും. നല്ലതായിട്ട് ഷൂ പോളിഷ് ചെയ്യണം. ഓക്കെ? ഓക്കെ സാർ. എല്ലാം മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ടാറ്റ, ബൈ. ആയിരങ്ങളോട് പ്രസംഗിക്കാൻ വന്ന പുള്ളിയാ ഷൂ പോളിഷ് ചെയ്യാൻ പോവാ. എന്താല്ലേ മനുഷ്യൻ. ബ്രിങ്കിള് നല്ല വൃത്തി ഷൂ പോളിഷ് ചെയ്യണം. നാളെ ഒരു പരിപാടിക്ക് ഇടാനുള്ളതാ കേട്ടോ. എൻ്റെ കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? അങ്ങനെ ഇതിനായിട്ടാണ് ഇവിടെ വിളിച്ചിരുന്നത്. അങ്ങയുടെ വചനം പ്രഘോഷിക്കാനല്ലേ? ഇതിനായിട്ടല്ലല്ലോ കർത്താവെ ഞാൻ വിളിച്ചിരിക്കുന്നത്. അങ്ങ് സാമുവലെ, ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയില്ല. ഞാൻ എങ്കിൽ കർത്താവെ, ഞാനിത് അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി, അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്യും. എനിക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ അങ്ങയെ പ്രസാദിപ്പിക്കാനായി ചെയ്യും.
ഞാൻ ഓരോ തവണ ഈ ഷൂ പോളിഷ് ചെയ്യുമ്പോഴും അത് അങ്ങയുടെ മഹത്വത്തിനായിരിക്കും. ഓരോ തവണ ഈ ഷൂ പോളിഷ് ചെയ്ത് ഓരോ ഷൂ മടക്കി വെക്കുമ്പോഴും അങ്ങേ അതിൻ്റെ തിളക്കത്തിൽ ആസ്വദിക്കുന്നതിനായിരിക്കും. ജനറൽ ബൂത്ത് ഇങ്ങനെ ചെയ്തത് സാമുവേലിനെ ശിക്ഷിക്കാനായിരുന്നില്ല, എന്നാൽ സാമുവേലിനെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിൽ സാമുവേൽ ജയിച്ചു. അദ്ദേഹത്തിനുണ്ടായിരുന്ന പിറുപിറുപ്പ് ദൈവത്തോടുള്ള ആരാധനയായി മാറുകയും നിഗളം താഴ്മയായി തീരുകയും ചെയ്തു. പിൽക്കാലത്ത് സാമുവേൽ ലോഗൻ സാൽവേഷൻ ആർമിയുടെ 2ാം സ്ഥാനത്തിരിക്കുന്ന കമ്മീഷണറായി തീർന്നു. ശക്തമായ പുസ്തകങ്ങളുടെ എഴുത്തുകാരനായും ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കപ്പെട്ടു. അവൻ പലപ്പോഴും പറഞ്ഞു, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം മഹാന്മാരെയല്ല താഴ്മയുള്ളവരെയാണ് വിളിച്ചിരിക്കുന്നത്. താഴ്മയുള്ളവരെ മഹാന്മാരാക്കാനാണ് അവൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. അങ്ങനെ തന്നെക്കുറിച്ചുള്ള ദൈവഹൃദയ പ്രകാരം ജീവിച്ച സാമുവേൽ ലോഗൻ ബ്രിങ്കിൾ 19 മെയ് 1936 കർത്താവിനോട് ചേർക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് എന്നൊരു മാതൃകയായിരുന്നു. സാമുവേൽ മരിച്ച് 1 വർഷത്തിന് ശേഷം സാമുവേലിൻ്റെ കൂട്ടുകാരും സഹപ്രവർത്തകരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയ വിലയേറെ സത്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാണ് നാം ഇനി കാണാൻ പോകുന്നത്. പ്രിയ സഹോദരന്മാരെ, സാമുവൽ കർത്താവിനോട് ചേർക്കപ്പെട്ടിട്ട് 1 വർഷമായി. ഇന്നും അവൻ്റെ ജീവിതം എന്നെ വെല്ലുവിളിക്കുന്നു. അതേ സഹോദര, ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടെങ്കിലും പുള്ളി പോളിഷ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന, ദൈവമഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം അതിൽ ചെറുതോ വലുതോ എന്നൊരു കാര്യമില്ല. അതെ, ആ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഭാവിയിൽ നമ്മളെ വലിയ ആത്മീയ ഉത്തരവാദിത്തത്തിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സഭയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആരും കാണുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അതൊക്കെ ബ്രിങ്കിൾ ചെയ്ത പോലെ ഓരോ നിമിഷത്തിൽ ഷൂ പോളിഷ് ചെയ്യുന്നത് നിമിഷങ്ങളായി മാറുകയാണ്. ഈ പറഞ്ഞ എല്ലാ ജോലിയും നമ്മൾ എങ്ങനെ ഏത് മനോത്താടെ എടുക്കുന്നതെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേ സഹോദര, താഴ്മയുടെ ദൈവമഹത്വത്തിലേക്കുള്ള നമ്മുടെ പാത. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അതായത് നമ്മളിന്ന് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളല്ല നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്, മറിച്ച് അതെന്ത് മനോഭാവത്തോടെയാണ് നാം ചെയ്യുന്നത് എന്നുള്ളതാണ്. സഹോദരൻ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സഹോദരനായിട്ട് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾ പഠിച്ച ഈ താഴ്മയുടെ പാഠം എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാത്ത ഒരു പാഠമായി തീരണമേ. അതുപോലെ താഴ്മയോടെ ജീവിപ്പാൻ ഞങ്ങൾ അരിയുമായിട്ട് സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണേ. ആമേൻ. കർത്താവിന് മുന്നിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. താങ്ക് യു.